മമ്മൂട്ടി നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം കളങ്കാവലിന് ശേഷം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു. ജയസൂര്യ നായകനായി എത്തുന്ന ചിത്രം മാജിക് മൂൺ പ്രൊഡക്ഷന്റെ ബാനറിൽ രാജീവ് ഗോവിന്ദനാണ് നിർമ്മിക്കുന്നത്. ഓർഡിനറി, അനാർക്കലി എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ നിർമ്മിച്ച മാജിക് മൂൺ പ്രൊഡക്ഷന്റെ നിർമ്മാണത്തിലൊരുങ്ങുന്ന ചിത്രമാണിത്. റാഫിയും ജിതിൻ കെ ജോസും ചേർന്ന് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. ഇപ്പോഴിതാ ചിത്രവുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും അതിലെ കുറിപ്പുമാണ് ശ്രദ്ധ നേടുന്നത്. തൽപര കർഷകർക്ക് കറുത്ത രാത്രികളിൽ ഊട്ടുനേർച്ചയ്ക്ക് സ്വാഗതം എന്ന കുറിപ്പോടാണ് സംവിധായകനൊപ്പമുള്ള ഒരു കറുത്ത ലോകത്തിന്റെ സൂചന നൽകുന്ന ചിത്രം ജയസൂര്യ ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചത്. ഇതോടെ ചിത്രം സംസാരിക്കാൻ പോകുന്ന വിഷയത്തെപ്പറ്റിയുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. പുരാതന ക്രിസ്തീയ കുടുംബങ്ങളിൽ നിലനിന്നിരുന്ന കറുത്ത ചെനോട്ട് എന്ന ദുർമന്ത്രവാദത്തിനെയും അത് പരിശീലിച്ചിരുന്നവരെയും കുറിച്ചാണ് ഈ ചിത്രം സംസാരിക്കുക എന്നും അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ചിത്രം കഥ പറയാൻ പോകുന്നത് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നത്. അത്തരം ചിന്തകളിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുന്ന തരത്തിലുള്ള അവരുടെ വ്യാഖ്യാനങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വരികളാണിത്. ഇപ്പോൾ ചിത്രത്തിലെ നായകനും സംവിധായകനും നിർമ്മാതാവ് ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഉള്ളതാണ് ഈ ചൂടേറിയ ചർച്ചയ്ക്ക് എണ്ണ പകരുന്നതും. മലയാള സാഹിത്യത്തിലും പലപ്പോഴായി പരാമർശിക്കപ്പെട്ടുള്ള വളരെ പോപ്പുലറായ ഒരു വിഷയമാണ് കറുത്ത ഞെനോട്ട് എന്നതും പ്രേക്ഷകരുടെ താല്പര്യങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിസ് ഇട്ടിക്കോരെയും മഞ്ഞവേലിൽ മരണം എന്ന പ്രേക്ഷകർ വായിച്ചറിഞ്ഞ ഈ കറുത്ത ലോകത്തെക്കുറിച്ചുള്ള കഥയാണോ ഈ ചിത്രം പറയുന്നത് എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ ഉള്ളത്.